അപ്പകടികളെ പേരാമംഗലം പള്ളിയിലെ പെരുന്നാളൊക്കെ വിട്ടാലോ. കൊച്ചു ത്രസ്യ പുണ്യാളത്തിന്റെ പെരുന്നാളായിരുന്നു കേട്ടാ. പ്രദക്ഷിണ ഇറങ്ങണ കണ്ണുണ്ടാ നിങ്ങള്? അപ്പൊ ഇതാണ് കേട്ടാ. അതേ അച്ഛനും തരപാലന്മാരും വരിയായിട്ട് വന്ന് നിന്നിട്ടുണ്ട്. ഇവരിവിടുന്ന് അങ്ങോട്ട് ഇറങ്ങി കപ്പളെ പോയി നോവേന കഴിഞ്ഞ് തിരിച്ചിങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ തുടങ്ങായിട്ട് നമ്മുടെ പൊടിപ്പൂരം അങ്ങോട്ട് പെട്ടക്കന്നേന്ന്. അപ്പൊ ഇനി നമുക്ക് പള്ളിയുടെ അക കണ്ടാലോ. തൊട്ട ഭംഗി നോക്കിയേ, നല്ല ഭംഗിയിൽ അലങ്കരിച്ച് വെച്ചിട്ടുണ്ട് ആൾക്കാരൊക്കെ. ഇവിടെയാണ് കേട്ടാ കുറച്ചുകൂടി കഴിഞ്ഞാൽ നമ്മുടെ വെടിക്കെട്ട് നടക്കാൻ പോണത്. കുറച്ച് കഴിഞ്ഞാൽ തീയും പുകയും മാത്രം അവിടെ നിന്ന് കാണുള്ളൂ കേട്ടാ. പ്രദക്ഷിണം ഇങ്ങനെ തിരിച്ച് കയറണതിന് തൊട്ട് മുന്നായിട്ട് കിടാങ്ങളുടെ വക ചെറിയൊരു കരിമരുന്ന് പ്രയോഗം കൂടി ഉണ്ടായിരുന്നു കേട്ടാ. അവര് ആഘോഷിക്കട്ടേന്ന്. പെരുന്നാൾ ഇപ്പം എന്താ അവരുടെയും കൂടിയല്ലേ. ആഘോഷങ്ങൾ എന്തിനാ കുറയ്ക്കണേ? ഇതാണ് പള്ളിയുടെ പൊന്നും കുരിശിട്ടാ. ആരും അടിച്ചോട്ടിന് മാറ്റാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വരുമൊന്നും വേണ്ട. നല്ല പ്രൊട്ടക്ഷൻ തന്നെയാണ് പള്ളിയിൽ എടുത്തു വെച്ചിട്ടുള്ളത് കേട്ടാ. ഈ പോണത് എന്താണെന്നറിയോ, വെടിക്കെട്ടിന് തിരുവൾ തന്നെയാണ് ഈ പോണത്. അങ്ങനെ ദേ പൊട്ടിത്തൊടങ്ങിണ്ട് കേട്ടാ. നല്ല ജാതി ശബ്ദം തന്നെയായിരുന്നു കേട്ടാ. ഷോ കേട്ടോക്കി നിങ്ങൾ. ഇപ്രാവശ്യത്തെ വെടിക്കെട്ട് ഭയങ്കര ശോകമായിരുന്നു കേട്ടാ. ഇടയ്ക്ക് പടക്കം പൊട്ടുക, ഇടയ്ക്ക് നിൽക്കുക, പിന്നെയും പോയി തിരികൊളുത്തുമ്പോഴാണ് പിന്നെയും പൊട്ടണുള്ളൂ കേട്ടാ. നനഞ്ഞ പടക്കാൻ തോന്നുന്നുണ്ട് ഇപ്രാവശ്യം അവർ കൊടുത്തത്. ഫാൻസി വെടിക്കെട്ട് പിന്നെയും കുഴപ്പമില്ല, കാണാനൊക്കെ അടിപൊളിയായിരുന്നു. ചെന്തുട്ടല്ലേ. ഇപ്രാവശ്യം നമ്മൾ നിന്ന സ്ഥലം കുറച്ച് റോങ് ആയിരുന്നു എന്ന് തോന്നണേ. മരങ്ങൾ കാരണം കൊണ്ട് വെടിക്കെട്ടിന്റെ കറക്റ്റ് വ്യൂ അങ്ങോട്ട് കിട്ടണ്ടായിരുന്നില്ല. എപ്പോൾ കണ്ടാലും മാനത്ത് മായം പൊളിച്ച് നോക്കി നിൽക്കണ ഒരു വെടിക്കെട്ടുണ്ടെങ്കിൽ അത് ഇതാണ് കേട്ടാ. അങ്ങനെ വെടിക്കെട്ടൊക്കെ ഒരുവിധം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പതുക്കെ അങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ടാ. ഇതാണ് കേട്ടോ നമ്മുടെ ഫാമിലി. പിള്ളേരൊക്കെ ഒരുവിധം വാശിയിൽ തന്നെയായിരുന്നു. കാരണം എന്താ വെച്ചാൽ പള്ളിയുടെ ചുറ്റും നിറച്ച് കളി സാധനങ്ങളായിരുന്നു. ഒരു വിധത്തിൽ പേടിപ്പിച്ച് നിർത്തിയിട്ടാണ് പിള്ളേരെന്നെ വീടെത്തിച്ചത് കേട്ടാ. ഇതാണ് കേട്ടോ നമ്മുടെ പള്ളിയിൽ പെരുന്നാളുണ്ടായിരുന്ന കപ്പേള. പിന്നെ അടുത്ത വീഡിയോയിൽ കാണാം.